Myself, Sonia Mary, Assistant Professor, Don Bosco College, Kottayam. Welcome to this session. Decision making in PHP. നമ്മൾ സിയിൽ പഠിച്ചതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് കൺട്രോൾസുകൾ ഇവിടെയുമുണ്ട്. ഡിസിഷൻ മേക്കിംഗ് കൺട്രോൾസുകൾ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ ഡിസിഷൻ ചെക്ക് ചെയ്ത് ആ ചെക്ക് ചെയ്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, കണ്ടീഷൻ വാലിഡേറ്റ് ചെയ്ത് അതിനനുസരിച്ച് പ്രോഗ്രാം എക്സിക്യൂഷൻ നടത്തുന്ന സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചേഴ്സിൽ പ്രധാനമായിട്ടും വരുന്ന ഗ്രൂപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് ദെയർ, എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, നമ്മളിവിടുത്തെ സിൻറ്റാക്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, ഇഫിനടുത്തായി ഒരു എക്സ്പ്രഷൻ അവിടെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ആ കേളി ബ്രേസസിനുള്ളിലുള്ള സെറ്റ് ഓഫ് കോഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. ആ കേളി ബ്രേസസിനുള്ളിൽ 5 to 10 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ പോലും അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇഫിൻ്റെ അകത്തുള്ള എക്സ്പ്രഷൻ ട്രൂ ആകണം. അപ്പോൾ എക്സ്പ്രഷനെ ബേസ് ചെയ്ത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഈ കേളി ബ്രേസസിനകത്തുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള സെറ്റ് ഓഫ് കോഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, ഒരു സിംഗിൾ കണ്ടീഷനെ ബേസ് ചെയ്ത് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്റ്റ് ഇഫാണ്. ഓക്കെ, എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ PHP കോഡ് ബിഗിൻ ചെയ്യാൻ വേണ്ടി ആംഗിൾ ബ്രാക്കറ്റ്സ് ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് PHP. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്ന വേരിയബിളിന് 10 ആണ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ. സെക്കൻഡ് ലൈനിൽ ബി എന്ന് പറഞ്ഞ വേരിയബിളിന് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ 5 ആണ്. ഓക്കെ, ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോഴും സെമി കോളൻ അല്ലെങ്കിൽ ഡീലിമിറ്റേഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇഫിന് നമ്മൾ ഡീലിമിറ്റേഴ്സ് ഇടാറില്ല. ഓക്കെ, ഇഫിൻ്റെ അകത്ത് നമ്മൾ ആ എക്സ്പ്രഷൻ സി ബ്രാക്കറ്റ്സിനുള്ളിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ബി ആണോ? നമുക്കറിയാം എയുടെ വാല്യൂ 10ഉം ബിയുടെ വാല്യൂ 5ഉം ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവിടെ ട്രൂ ആയിരിക്കും. ഓക്കെ, ട്രൂ ആയതുകൊണ്ട് ഒരു സിംഗിൾ ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ട് നമുക്കിവിടെ കേളി ബ്രേസസ് ഇടേണ്ട കാര്യമില്ല. ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കേളി ബ്രേസസ് ഇടണം. ഇവിടെ നമുക്കൊരൊറ്റ ലൈൻ മാത്രമേ പ്രിൻറ്റ് ചെയ്യിക്കാനുള്ളത് കൊണ്ട് അവിടെ കേളി ബ്രേസസ് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ആ സിംഗിൾ ലൈൻ അവിടെ എക്കോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സിക്കകത്ത് പ്രിൻറ്റ് എഫിന് പകരം PHPയിൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എക്കോ എ ഈസ് ബിഗർ ദാൻ ബി. ഇവിടെ കണ്ടീഷൻ വാലുവേറ്റ് ചെയ്തു, കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് എ ബിഗർ ദാൻ ബി എന്നുള്ള ഔട്ട്പുട്ട് നമുക്കിവിടെ ലഭിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ഇസ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ എൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 2 കണ്ടീഷൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം, ഫോൾസ് ആണെങ്കിൽ അനദർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, സിൻറ്റാക്സ് നോക്കുവാണെങ്കിൽ ഇഫ് എക്സ്പ്രഷൻ, അവിടെ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഇഫിന് തൊട്ട് താഴെയുള്ള കേളി ബ്രേസസിലുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇഫിൻ്റെ അകത്തുള്ള എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ എൽസിൻ്റെ അണ്ടറിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ട്രൂ വരാം, ഫോൾസ് വരാം. നേരത്തെ നമ്മൾ കണ്ടത് ട്രൂ ആണെങ്കിൽ ഇഫിൻ്റെ അണ്ടറിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ റിമൈനിങ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ട്രൂ ആണെങ്കിൽ ഇഫിൻ്റെ അണ്ടർ, ദെൻ ഫോൾസ് ആണെങ്കിൽ മാത്രം എൽസിൻ്റെ അണ്ടറിലുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 20 ആണ്. ഇവിടെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന്. 10 ഒരിക്കലും 20യേക്കാളും ഗ്രേറ്റർ അല്ല. അപ്പം ഇഫിൻ്റെ അകത്തുള്ള കണ്ടീഷൻ ഫോൾസായി. ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം കൺട്രോള് ഇഫിന് എൽസ് പോർഷനിലേക്ക് പോകും. ഓക്കെ, എൽസ് പോർഷനിൽ പോയിട്ട് എന്ത് പ്രിൻറ്റ് ചെയ്യും? എ ഈസ് നോട്ട് ബിഗർ ദാൻ ബി എന്നുള്ള മെസ്സേജ് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ട്രൂ ആണെങ്കിൽ അത് എൽസിനെ അവോയ്ഡ് ചെയ്യും. ഇഫിൻ്റെ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് അത് എൽസിനെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കറിയാം ഒന്നിലധികം അല്ലെങ്കിൽ 2ലധികം കണ്ടീഷൻസ്, 2 or 3 അധികം കണ്ടീഷൻസ് നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അതിനനുസരിച്ച് സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്റ്റാണ് എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വവൽസ് AEIOU അല്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റിനെ വേർഡ്സ് ആക്കി പ്രിൻറ്റ് ചെയ്യുന്നു. 1 എന്ന ഫിഗർ കാണുമ്പോൾ ONE1 പ്രിൻറ്റ് ചെയ്യിക്കുക, 2 എന്ന ഫിഗർ കാണുമ്പോൾ TWO2, ഇങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ മെജോറിറ്റിയും ഓപ്റ്റ് ചെയ്യാറുള്ളത് എൽസിഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എൽസിഫ് എന്ന് പറയുമ്പോൾ ഓർത്തോളം ഒന്നിലധികം അല്ലെങ്കിൽ 2ലധികം 3ലധികം അങ്ങനെ കണ്ടീഷൻസ് ഒത്തിരി അധികം നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എൽസിഫ് ലാഡർ അല്ലെങ്കിൽ എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ഇവിടെ ഇഫിൻ്റെ അകത്തൊരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, ദെൻ അത് ട്രൂ ആണെങ്കിൽ മാത്രം അതിനുള്ളിലുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും.
അല്ലെങ്കിൽ എൽസിഫിൽ ട്രൂ അല്ലെങ്കിൽ ട്രൂ ആകുവാണെങ്കിൽ എൽസിഫിൻ്റെ അണ്ടറിലുള്ള എക്സിക്യൂട്ട് ചെയ്യും. ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇഫിൻ്റെ അകത്ത് ട്രൂ ആകുവാണെങ്കിൽ ബാക്കി എൽസിഫും എൽസും ഒന്നും ഇത് ചെക്ക് ചെയ്യത്തില്ല. നേരെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഈ ഇഫ് കൺസ്ട്രക്റ്റിൻ്റെ പുറത്ത് പോകും. ഓക്കെ, എവിടെയാണോ ഇതിൻ്റെ അകത്ത് എൽസിഫിലാണോ അല്ലെങ്കിൽ ഇഫിലാണോ എവിടെയാണോ ഈ എക്സ്പ്രഷൻ ട്രൂ ആകുന്നത് ആ ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കൺസ്ട്രക്റ്റിൻ്റെ തന്നെ പുറത്തേക്ക് പ്രോഗ്രാം കൺട്രോൾ അങ്ങ് പോകും. ഇവിടെ നമ്മൾ രണ്ട് കണ്ടീഷൻസ് മൂന്ന് അല്ലെങ്കിൽ രണ്ട് കണ്ടീഷൻസാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ എയ്ക്കും ബിക്കും വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമ്മളവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് എ ഈസ് ബിഗർ ദാൻ ബി. അതല്ലെങ്കിൽ എ ഈക്വൽ ടു ബി ആണെങ്കിൽ അത് നമ്മൾ എൽസിഫിൻ്റെ അകത്താണ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ടു ബി എക്സിക്യൂട്ടഡ്. ഇനി അതുമല്ലെങ്കിൽ നമ്മൾ എൽസിൻ്റെ അകത്ത് കൊടുക്കുന്നത് എന്താണ്, എ ഈസ് സ്മോളർ ദാൻ ബി. അപ്പം ഇവിടെ നമ്മൾ രണ്ട് കണ്ടീഷൻ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് കണ്ടീഷനും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഡിഫോൾട്ട് കണ്ടീഷനായ എൽസിൻ്റെ അകത്ത് നമ്മൾ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. ഓക്കെ, പ്രോഗ്രാം നല്ലതുപോലെ നോക്കി മനസ്സിലാക്കുക. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എൽസിഫ് ലാഡർ പോലെ തന്നെ ഒന്നിലധികം എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺസ്ട്രക്റ്റാണ് സ്വിച്ച്. ഓക്കെ, ഇവിടെ സ്വിച്ചിൻ്റെ അകത്ത് നമ്മൾ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ കേസ് എന്ന കേസ് ഫുൾ കോളൻ ഓരോ കേസസ് അവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ദെൻ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്ത് ഇതാണ് അതിൻ്റെ സ്വിച്ചിൻ്റെ ബേസിക് സിൻടാക്സ്. നമ്മൾ സി പഠിച്ചതുപോലെ തന്നെയുള്ള ബേസിക് സിൻടാക്സ് ആണ് സ്വിച്ചിന് ഇവിടെ വരുന്നത്. ഒന്നിലധികം കണ്ടീഷൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ ഇവിടെയും നമ്മൾക്ക് വവൽസ് അല്ലെങ്കിൽ ഡിജിറ്റ് വേർഡ്സ് ഇതൊക്കെ ചെയ്യാൻ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു കൺട്രോൾ സ്ട്രക്ചറാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഐ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 10 ആണ്. ഓക്കെ, വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഡോളർ സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. $i ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കമ്പൈലർ ഐ എന്ന് പറയുന്ന വേരിയബിളിനെ ഇൻറ്റിജറായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഐയുടെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നമ്മളവിടെ കേസ് 0 നോക്കുകയാണ്. കേസ് 0 ആണെങ്കിൽ പ്രിൻറ്റ് ചെയ്യേണ്ട വാല്യൂ എന്താണ്, ദെൻ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. കേസ് 1 ആണെങ്കിൽ എന്താണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്, ദെൻ ബ്രേക്ക്. ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ ഈ സ്വിച്ച് എന്ന് പറഞ്ഞ കൺസ്ട്രക്റ്റിന് പുറത്തേക്ക് കൺട്രോൾ പോകും. ഓക്കെ, ഈ സെക്ഷനിലെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കോഡുകളൊക്കെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ആക്ടിവിറ്റി സെഷനിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ദെൻ നോട്ട്ബുക്കിൽ അത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. ഫോട്ടോസ് സെൻഡ് ചെയ്യുക. താങ്ക് യു.